ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റമീസ് കിച്ചൺ വ്ളോഗ്. നമുക്കിന്ന് തേങ്ങ കൊത്തിട്ടിട്ടുള്ള ബീഫ് വരട്ടിയത് റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള ചെറിയുള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി, ഇഞ്ചി, ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത്തിരി അധികം ഇടണം കേട്ടോ. ഗരം മസാലപ്പൊടി, ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാൻ 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരി ഇല്ലയെന്ന് വെച്ചാൽ 1 മുറി ചെറുനാരങ്ങ പിഴിഞ്ഞ് ചേർത്താലും മതിയേ. ഇനി ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൈവച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കാം. ഞാനൊരു 8 വിസിലെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനുള്ള മസാലകൾ ഒന്ന് വറുത്തെടുക്കാം. അതിനുവേണ്ടി മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, വലിയ ജീരകം ഒന്ന് ചതച്ചെടുത്തതാണ്. അതുകൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി, കരിഞ്ഞു പോകരുത്. ഇനി വേറൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ ചൂടായതും ഇതിലേക്ക് നാളികേരക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായി ഒന്ന് കളർ മാറുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 വറ്റൽമുളക്, വെളുത്തുള്ളി അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണേ. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും എല്ലാം പച്ചമണം മാറത്തക്ക രീതിക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 സവാള ഇതുപോലെ കൈ കൊണ്ടൊന്ന് ഞെരട്ടിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളിയാണ് ഇടുന്നതെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ബീഫിൽ നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് 1 തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. തക്കാളി ചെറുതായി ഒന്ന് ഉടഞ്ഞു വരത്തക്ക രീതിക്ക് നമ്മളൊന്ന് വഴറ്റിയെടുക്കാം. ബീഫ് വേവിക്കാൻ വെക്കുന്ന സമയത്ത് ഓരോരുത്തരും വേടിക്കുന്ന ബീഫിൻ്റെ വേവിനനുസരിച്ച് വേണം നമ്മൾ വിസിലിട്ട് കൊടുക്കാനായിട്ട്. ചില ബീഫിന് നല്ല വേവ് ഉണ്ടാവുക. നമ്മുടെ ബീഫെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം ഞാൻ ഇതിലൊട്ടും ചേർത്തിട്ടില്ല. ഇത് വെന്ത് വന്ന സമയത്ത് ഇതിനകത്തുള്ള വെള്ളം ഇറങ്ങി വന്നതാണ്. ഇനി ഇത് നമുക്ക് മസാലക്കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ നമ്മളിതൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ഞാൻ മല്ലിയിലയും പുതിനയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണേ. ഇതിനകത്ത് ഉള്ള വെള്ളം ഉണ്ടല്ലോ, ഇത് ചെറുതായി ഒന്ന് വറ്റി വരണം. നമ്മൾ ഫസ്റ്റിൽ വേവിക്കുന്ന സമയത്ത് കുറച്ച് മസാലപ്പൊടികളെ ചേർത്തിട്ടുള്ളൂ. ബാക്കി നമ്മളെല്ലാം ചൂടാക്കി വെച്ചതായിരുന്നേ. ഈ ചൂടാക്കി വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ഈ സമയത്താണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതായിട്ട്. ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ആ മസാലപ്പൊടി ബീഫിൻ്റെ എല്ലാ ഭാഗത്തും വരത്തക്ക രീതിക്ക് തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ വെള്ളമെല്ലാം നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ബീഫ് വെള്ളമെല്ലാം വറ്റി പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബീഫ് വരട്ടിയത് നല്ല പെർഫെക്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. വെള്ളയപ്പം, ചപ്പാത്തി, നൂലപ്പം, പൊറോട്ട എല്ലാത്തിനോടെയും നല്ല കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ചെയ്ത് നോക്കണേ. എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടമാവുക. ഈ വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായം കമൻറ്റായി അറിയിക്കാൻ കൂടി മറക്കല്ലേ. സവാള വഴറ്റിയെടുക്കുന്ന സമയത്ത് ഞാനിതിലേക്ക് പച്ചമുളക് ചേർക്കേണ്ടതാണ്. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത്. 2 3 പച്ചമുളക് നിങ്ങൾക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലൊന്ന് ചെയ്ത് നോക്കണേ. അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബൈ.